എടാ ദിസ് ഈസ് ഇതിൻ. എടാ ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സിനിമകളെ പറ്റി എപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. സോ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഇന്നും എൻ്റെ റിപ്പീറ്റ് വാല്യൂ ആയിട്ടുള്ള ആ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പടമാണ് മാവീരൻ, ശിവകാർത്തികേയൻ്റെ. ഇന്ന് ആ പടം ഇറങ്ങിയിട്ട് 3 വർഷമാണ്. ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ, ഈവൻ എൻ്റെ ട്രെയിലർ കണ്ടിട്ടും ഓക്കെ കൊള്ളാം കുഴപ്പമില്ല എന്നൊരു ഫീല് വന്നിട്ട് പോലും ഒരു പ്രതീക്ഷയില്ലാതെ ഫസ്റ്റ് ഷോയ്ക്ക് പോയി ഞാൻ കണ്ട പടമാണ്. എന്ന് പറഞ്ഞാൽ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് ഒരു പടം ഫ്ലോപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു ഡിസാസ്റ്റർ എന്തോരായിരുന്നു. അതിനുശേഷം വന്ന ഒരു പടമായിരുന്നു. വൻ സെറ്റ് പടമായിരുന്നു. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ എനിക്ക് വർക്കായി. പക്ഷേ തമിഴ്നാട്ടിൽ എന്തോ എന്ന് വെച്ചാൽ പടം എന്തോ ഹിറ്റ് എന്തോ ആണ്. പക്ഷെ എന്നിരുന്നാലും വലിയ രീതിയിൽ വർക്കായില്ലാന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ. സോ കറക്റ്റ് മീ ഇഫ് ഇറ്റ് ഈസ് റോങ്. എനിക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ, മണ്ടേല പോലൊരു പൊളിറ്റിക്കൽ സറ്റയർ ഒരു പടം ചെയ്തിട്ട് ആ ഡയറക്ടർ SK വെച്ച് ഇങ്ങനെ ഒരു പടം വെച്ചാൽ നൈസാണ്. എന്ന് വെച്ചാൽ എന്തുവാ, ആ ഒരു എന്താ പറഞ്ഞാൽ ആ ഒരു അനിമേഷനിൽ നിന്ന് തുടങ്ങി പിന്നെ നല്ല പേടിത്തൊണ്ടനായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ എനിക്ക് അങ്ങനെ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. സോ എനിക്ക് അത് മാത്രമല്ല, ഇതിൻ്റെ മ്യൂസിക് ആയാലും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ മറ്റേ ഈ മറ്റേ ഒരു തമിഴ് കൈൻഡ് ഓഫ് കോവിലൊക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അതിലൊരു ബീറ്റ് കയറ്റി ഒരു അടിയുണ്ട് മോനെ കിടിയാണ്. ഈവൻ VFX ആയാലും എല്ലാം കോമഡീസ് ആയാലും എനിക്ക് പേഴ്സണലി വർക്കായ, നല്ല രീതിയിൽ വർക്കായ ഒരു പടമാണ്. ഇടയ്ക്ക് ലോക വന്ന സമയത്ത് ഈ പടത്തിനെ ഒന്ന് പൊക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ തമിഴ് അവിടെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സൂപ്പർ ഹീറോ പടം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യണമെന്നും ആയിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അന്ന് ഈ പടം ഇറങ്ങിയിട്ട് ആരും അങ്ങനെ വലിയ അഡ്രസ്സ് ചെയ്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ട്രോളുകളൊക്കെ ഞാൻ ഒരു ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു പടമാണ്. എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എൻ്റെ റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരും എന്നുള്ള. നല്ലൊരു കഥ ഉണ്ടെങ്കിൽ ഇറക്കാമെന്നുള്ളതേ ഉള്ളൂ. കാരണം അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്റ് കൊടുത്തൊക്കെ പോലെയൊക്കെയാണ് നിർത്തുന്നത്. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നല്ല, അങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ്. അതുപോലെ തന്നെ വിജയ് സേതുപതിയുടെ വോയിസ്, ആ ഒരു എന്താ ഒരു പഞ്ചുണ്ട് ഓരോ ഇടിക്കും. എണ്ണം മുമ്പ് എന്ന് പറഞ്ഞാൽ ഓരോ മറ്റേ നമ്മളെ മെസ്സേജിൽ നോട്ടിഫിക്കേഷൻ ടൂൺ വരും പോലെയാണ്. ഇന്നതൊക്കെയാണ് പറഞ്ഞാൽ അതിനനുസരിച്ച് ആ ഒരു ഫൈറ്റിൽ ഒഴിഞ്ഞു മാറണമെന്ന്, ആ ഒരു അടി കൊടുക്കണമെന്ന് എന്ന് വെച്ചാൽ ഈച്ചാൻ്റെ വരുത്തി എനിക്കത് വർക്കായ ഒരു ഇതാണ്. അതുപോലെ തന്നെ മറ്റേ അങ്ങനെ മിഷ്കിൻ്റെ എന്തൊരു യമരാജ് എന്തോ അങ്ങനത്തെ എന്തോ ഒരു ക്യാരക്ടറിനെ ഞാൻ മറന്നുപോയി. ഞാൻ ഇത് കണ്ടിട്ട് കുറച്ചായി, എങ്ങനെ പോലും ഒരു 4-5 മാസത്തിന് മേലെയായി ഞാൻ ആ ഒരു പടം കണ്ടിട്ട്. അപ്പം ഇന്നത് എന്തുവാ ഇതിൻ്റെ ഞാനൊരു ട്രോൾ വീഡിയോസൊക്കെ കണ്ടു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 കൊല്ലമായി ഇങ്ങനെ വന്നിട്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടപ്പോൾ എന്തായാലും അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ യോഗി ബാബു, മറ്റേ പാച്ച് വർക്ക് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനും പാച്ച് വർക്കാണ്. സോ അതങ്ങനെ എനിക്ക് അത് മാത്രമല്ല, ഇതിലെ പാട്ടുകളും എല്ലാം നൈസാണ്. ഞാൻ പോയി കണ്ട ഷോ എനിക്ക് തോന്നുന്നു ഏകദേശം എന്തോ ഹൗസ്ഫുൾ എന്തോ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് അന്ന് ഞാൻ ഏരീസ് പ്ലസിലായിരുന്നു ഞാൻ പോയി കണ്ടത്. സോ നല്ലൊരു പടം കാണണം, ഇനി ഒരിക്കൽ കൂടെ അത് കാണണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി സംസാരിക്കുക. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ ഈ വീഡിയോ കാണുന്നവർ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ വളരെ ഉപകാരമാണെന്നും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ താങ്ക് യു.